ഹായ്, ഇതെൻ്റെ സ്കിൻ ട്രാൻസിഷൻ ജേർണിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ബോഡി കെയറിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഫേസ് കെയറിനെ കുറിച്ചായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രധാനമായിട്ടും എൻ്റെ ബോഡി കെയറിനെ കുറിച്ചാണ്. ഇനി ബോഡി കെയറിന് വേണ്ടി ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. മെയിനായിട്ട് മോയ്സ്ചറൈസിങ് ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡവിൻ്റെ ഇൻറ്റൻസ് ബോഡി കെയർ എന്ന് പറയുന്ന ക്രീമായിരുന്നു. ബട്ട് അത് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ബോഡി ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹിമാലയയുടെ കൊക്കോ ബോഡി ബട്ടർ യൂസ് ചെയ്ത് തുടങ്ങി. ഹിമാലയ കൊക്കോ ബട്ടറിനെ കുറിച്ച് പറയാനുള്ളത്, അത് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസിങ് തരുന്നുണ്ട് എൻ്റെ സ്കിന്നിന്. എന്നാലും എനിക്ക് ഡ്രൈനെസ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമിലേക്ക് മാറി. അതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അത് ഞാൻ നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. ഡേ ടൈമിൽ SPF 30 ഉള്ള വാസലിൻ്റെ ലോഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നൈറ്റിൽ സെറ്റഫിൽ ക്രീമുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അൺഡ്രാംസ് കെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബോഡി വൈസിൻ്റെ റോളോൺ ആണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടുപോയൊരു ഐറ്റം ഉണ്ട്, അലോവേറ ജെല്ല്. 2025 ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് നേരിട്ട ഏറ്റവും വലിയ കൺസേൺ ആണ് ഫേസ് പിമ്പിൾസ്. അപ്പോൾ ഞാൻ ചെയ്തത്, ഞാൻ ജിമ്മിന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ ഫേസ് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് അലോവേറ ജെല്ല് കുറച്ചെടുത്തിട്ട് 1 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ ഞാൻ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. ഇതെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ ഞാൻ വിട്ടുപോയി. അതാണ് ഞാൻ ഈ ബോഡി കെയറിൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്. ഞാൻ എൻ്റെ ഫേസ് കെയറിനും ബോഡി കെയറിനും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.